ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള ബീഫ് സ്റ്റൂ ആണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഇതിലേക്ക് ആദ്യമായിട്ട് ഞാൻ പച്ചക്കറികളൊക്കെ വേവിക്കാൻ ഉദ്ദേശിക്കുന്ന കുക്കറിലാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് 1 ടീസ്പൂൺ മതിയാവും. പിന്നെ കൂടുതൽ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ വെളിച്ചെണ്ണയുടെ അളവ് കുറച്ചിട്ട് നെയ്യുടെ അളവ് കൂട്ടാം കേട്ടോ. ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 നീളത്തിലുള്ള കഷ്ണം കറുവപ്പട്ട, ഒരു 3 സ്റ്റാർ അനീസും, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 5 ഏലക്കായ, ഒരു 6 കരയാമ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം സ്പൈസസ് പൊട്ടിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളക് കറിവേപ്പില ഇത്ര ചേർത്ത് കൊടുക്കണം. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, ഒരു 6 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ കൊത്തിയരിഞ്ഞ ഇഞ്ചി, ഇത്രയും ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വഴണ്ട് വരണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ബാക്കി വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. നമുക്കിത് കുക്കറിലല്ലാണ്ട് ജസ്റ്റ് പാനിലും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് വെജിറ്റബിൾസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. കുക്കറിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് കുക്കറിൽ ചെയ്യുന്നതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പാനിൽ അതിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനൊരു ഒരു ടീസ്പൂൺ ഉപ്പ് നിറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം വെജിറ്റബിൾസിന് ആവശ്യമായുള്ള ഉപ്പും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലോണം വഴറ്റുക. ഇത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ക്യാരറ്റും ബീൻസും ഉരുളൻകിഴങ്ങും ചേർത്ത് കൊടുക്കണം. ഒരു വലിയ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കൈപ്പിടി നിറയെ ബീൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ അളവ് നമുക്ക് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. വെജിറ്റബിൾസ് ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു 1/4 കിലോ ബീഫ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് ഇത്രയും വെജിറ്റബിൾസ് എടുത്തേക്കുന്നത്. ഒരു 3 മീഡിയം സൈസ് ഉരുളൻകിഴങ്ങ് കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇതൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഈ വെജിറ്റബിൾസ് ഈ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് നല്ലോണം വഴറ്റി കൊടുക്കുക. അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും എണ്ണയിൽ ഇത് വഴണ്ട് വരുമ്പോൾ. വഴറ്റിയിട്ട് ശേഷമാണ് നമ്മളിതിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു വലിയ തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം ബീഫും വെജിറ്റബിൾസും ഉള്ളതുകൊണ്ട് ഒരു തേങ്ങ ഫുൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാലായിട്ട് തിരിച്ചെടുത്തിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത്. വെജിറ്റബിൾസ് ഒന്ന് നല്ലോണം വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാൻ ബീഫ് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫാണ്. ഉപ്പും കുരുമുളകും ചേർത്തിട്ട് ബീഫ് കുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 250 ഗ്രാമോളം ബീഫ് ഉണ്ട് കേട്ടോ. അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷമാണ് നമ്മൾ 3-ാം പാൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ നാളികേരത്തിൽ കുറച്ച് വെള്ളം ചേർത്ത് അടിച്ചെടുക്കുന്ന 1-ാം പാൽ, അത് കഴിഞ്ഞ് അത് പിഴിഞ്ഞെടുത്തിട്ട് പിന്നെ വെള്ളം ചേർത്ത് അടിച്ചെടുക്കുന്ന 2-ാം പാൽ, അതും കഴിഞ്ഞ് പിന്നെയും വെള്ളം ചേർത്ത് അടിച്ചെടുക്കുന്നതാണ് 3-ാം പാൽ. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. എന്നിട്ട് 3-ാം പാൽ ഒഴിച്ചിട്ട് നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് 2 വിസിൽ ഞാൻ എടുത്തിട്ടുണ്ട്. 2 വിസിൽ അടിച്ചിട്ട് ഫുൾ വിസിൽ പോയതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് തുറന്ന് നോക്കുന്നത്. നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. കുക്കറിലാകുമ്പോൾ നമുക്ക് 2 വിസിലിന് വേവും. ഉരുളൻകിഴങ്ങിൻ്റെയൊക്കെ വേവ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഞാൻ 2 വിസിൽ എടുത്തിട്ടുണ്ട്. ഫുൾ ആവി പോയതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബീഫും വെജിറ്റബിൾസും ഒക്കെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ 2-ാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ വെജിറ്റബിൾസിലേക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുക കേട്ടോ. വെന്തിട്ടുണ്ട് ഓൾറെഡി, എന്നാലും 2-ാം പാലിലും കൂടി ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഈ ടൈമിൽ നമ്മുടെ ഉരുളൻകിഴങ്ങ് 2-3 ഉരുളൻകിഴങ്ങ് ഉടച്ചു കൊടുക്കുക. അപ്പോൾ കറി കൂടുതൽ തിക്കായിട്ട് കിട്ടും. ഉടച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി ക്രീമി ആയിട്ട് വരും. ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ബീഫ് ഓൾറെഡി ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ടുണ്ടായേ. എന്നാലും നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതേപോലെ പച്ചമുളകിന് ഞാനൊരു 6 പച്ചമുളകാണ് ചേർത്തത്. എരിവ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. വേറെ മുളക് പൊടിയൊന്നും ചേർക്കരുത്, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക എരിവ് കുറവുണ്ടെങ്കിൽ. നല്ലോണം തിളപ്പിച്ചെടുക്കുക കേട്ടോ. അതൊന്ന് നല്ലോണം തിളച്ച് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1-ാം പാൽ ചേർത്തതിന് ശേഷം ഒരുപാട് നേരം വെട്ടി തിളക്കരുത് കേട്ടോ. ജസ്റ്റ് സിമ്മിലിട്ടിട്ട് വേണം നമുക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാൻ. നേരിയൊരു തിള വരണ വരെ ഇതാക്കാം. കാരണം 1-ാം പാൽ ചേർത്തിട്ട് ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ വേർതിരിഞ്ഞ് കിടക്കും.
അപ്പോൾ ഒന്നാം പാൽ ചേർത്തിട്ട് അധികം നേരം ഇങ്ങനെ വെട്ടി തിളപ്പിക്കരുത്, നേരിയതായിട്ട് സിമ്മിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ മുന്തിരിയും കശുവണ്ടിയും വറുത്ത് ചേർക്കണമെങ്കിൽ ചേർക്കാം, ഓപ്ഷണലാണ്, ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിവിടെ ചേർത്തിട്ടില്ല. നമുക്ക് അപ്പത്തിൻ്റെ ഒപ്പം ബ്രെഡിൻ്റെ ഒപ്പം അതേപോലെ ഇടിയപ്പത്തിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്, നല്ല തിക്കായിട്ടുള്ള കറിയാണ്. ഉണ്ടാക്കി ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുക കേട്ടോ, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അതേപോലെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.